സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്തെ 4 അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് നൽകി. മൂഴിയാർ, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ ഡാമുകൾക്കാണ് റെഡ് അലർട്ട്. വിവരങ്ങളുമായി വി വിനീഷ് ചേരുകയാണ്. വിനീഷ്, സംസ്ഥാനത്തുടനീളം മഴ ശക്തമാവുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിലും ജനങ്ങൾ മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങളിലേക്കും അല്ലെങ്കിൽ വീടുകളിലേക്കുമെല്ലാം വീഴുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ അത്തരത്തിലൊരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇന്ന് 3 പേരാണ് മഴക്കെടുതിയിൽ മരണമടഞ്ഞിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ടോ? നിലവിൽ സംസ്ഥാനത്തുടനീളം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. സംസ്ഥാനത്തെ 4 അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മുഴിയാർ, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ ഡാമുകളാണ് റെഡ് അലർട്ട്. ഇപ്പോൾ കുത്തണയിൽ ഓറഞ്ച് അലർട്ട്. മുൻകരുതലിന്റെ ഭാഗമായി റെഡ് അലർട്ടുള്ള ഡാമുകളിൽ നിന്ന് ഇപ്പോൾ നിലവിൽ നിയന്ത്രണ വിധേയമായി ജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. ക്രമാതീതമായി ഈ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ ജലം പുറത്തേക്ക് ഒഴുക്കുന്നത്. ഒപ്പം തന്നെ ഈ ആറുകളുടെ ഇരുവശത്തുള്ള താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും അതാത് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മഴയ്ക്കൊപ്പം കാറ്റും ശക്തമാകുന്നു എന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. 5 ജില്ലകളിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ആലപ്പുഴ, കൊല്ലം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലാണ് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. നിലവിൽ 31 ക്യാമ്പുകളിലായി 143 കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. 474 പേരാണ് ക്യാമ്പുകളിൽ ഉള്ളത്. വയനാട്ടിൽ മാത്രം 8 ക്യാമ്പുകളിലായി 172 പേരുണ്ട്. ശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഇനിയും പെയ്യാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം കടന്നിട്ടില്ല. അതേസമയം തന്നെ ഈ മഴ മൂലം ഉണ്ടാകുന്ന മരണനിരക്ക് അത് വർദ്ധിക്കുന്നു. റോഡുകളിൽ കടപുഴകി മരങ്ങൾ, റോഡിന്റെ ഇരുവശത്ത് നിൽക്കുന്ന മരങ്ങൾ കടപുഴകി വീഴുന്നത് മൂലം മരണനിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസം രാത്രി ഇന്നലെ തിരുവനന്തപുരം ആറാങ്കല്ലിൽ, നെടുമങ്ങാട് റൂട്ടിലേക്കുള്ള ആറാങ്കല്ലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ പുറത്ത് ആൽമരം മറിഞ്ഞു വീണ് വലിയ ദുരന്തത്തിന് ഇടയാക്കി. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ദുരന്ത വാർത്തകളും ഈ ഒരു മഴക്കെടുതിയിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മഴക്കെടുതിയിൽ 4 മരണമാണ് സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ശക്തമായ മഴയ്ക്കുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ശരി വിനീഷ്. വി വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് സമഗ്രമായ റിപ്പോർട്ട് പങ്കുവച്ചു.